ഇവർ വിവാഹിതരായാൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഭവാനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, അതൊക്കെ നീ ഇനി മാറ്റി വയ്ക്കണമെന്ന് സൗഭാഗ്യ മുത്തശ്ശി പറയുന്നുണ്ട്. ഞാൻ ഈ കല്യാണം നടത്തണോ വേണ്ടയോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അത് നീയല്ല. എന്തായാലും അജയ്ക്ക് നല്ലൊരു ഭാര്യയെ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കടമ. എന്നാൽ നിൻ്റെ മോളുടെ ഇന്നലത്തെ ആ ഒരു കാര്യം കണ്ടപ്പോൾ മുതൽ തന്നെ എനിക്ക് അതിനോട് താല്പര്യമില്ലാതായി. ഇനി നാളൊരിക്കൽ അജയ് എന്നോട് ചോദിക്കാം, എനിക്ക് ഇങ്ങനത്തെ ഒരു പെണ്ണിനെയാണോ കെട്ടിച്ച് തന്നതെന്ന്. കുടിക്കുന്ന ഒരു പെണ്ണിനെ നമ്മളെ കുടുംബത്തിൽ കൂടെ നമ്മൾ കയറ്റാറില്ല. അതുപോലെ തന്നെ ഈ സ്വഭാവം ആർക്കുമില്ല. ഇത് എങ്ങനെയാണ് അവൾ പഠിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും സൗഭാഗ്യ മുത്തശ്ശി പറയുക, നീയാണെങ്കിൽ പെൺകുട്ടിയെ കണ്ട് പഠിക്കണമെങ്കിൽ ആ ഭൂമിക കണ്ട് പഠിക്കണം. നീ കണ്ടിട്ടുണ്ടല്ലോ ആ കുട്ടിയുടെ അച്ചടക്കവും ഒതുക്കവും, അതുപോലെ തന്നെ എല്ലാവരുടെയും സ്നേഹവും, അതെന്തെങ്കിലും നിൻ്റെ മോക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് നേരത്തെ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭവാനി മുത്തശ്ശിയുടെ അടുത്ത്. അത് നിനക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കടമയായിരുന്നു പെൺകുട്ടികളെ വളർത്തുമ്പോഴത്തേക്ക്. പക്ഷേ നീ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അവളെ, അതാ നിൻ്റെ മോളെ കാണാനും കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അജയ് വരുന്നുണ്ട്. എന്താ മുത്തശ്ശി ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? ഇല്ല, ഞാനാണെങ്കിൽ ആ ഭൂമികയുടെ കാര്യം പറയുകയായിരുന്നു. ആണോ, നല്ല കുട്ടിയല്ലേ? ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാ കാര്യത്തിലും ഒരു വീട് പോലെ ഓടി നടന്ന് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഞാനും ഇവളെടുത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്ന് സൗഭാഗ്യ മുത്തശ്ശി അജയ് എടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടതോടെ വലിയ ദേഷ്യത്തിൽ നിൽക്കുക ഭവാനി. എന്നിട്ട് അഞ്ജനടുത്ത് പോയി പറയുന്നുണ്ട്, നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? എല്ലാ കാര്യത്തിനും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഭൂമികയാണ്. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അജയ്ക്കും. ഇപ്പോഴത്തേക്കും അവളെ കാര്യം പറയാനാ നാവുള്ളൂ രണ്ടു പേർക്കും. അതുമാത്രമല്ല, സത്യനാഥനും അതുപോലെ തന്നെയാണ്. അവളടുത്ത് ഇഷ്ടം കൂടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു മോളെപ്പോലുള്ള വാത്സല്യമാണ് അവളടുത്ത് കാണിക്കുന്നത്. ചില സമയത്ത് എനിക്ക് തോന്നും അത് അവളെ സ്വന്തം മോൻ തന്നെയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. മോനോ? അല്ല, ഞാൻ പറയുന്നത് മകളെന്ന. പണ്ടാണെങ്കിൽ കൊച്ചിലെ ഒരു കുട്ടിയെന്ന നിലയിൽ ഒരാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മോനെപ്പോലെയും മോളെപ്പോലെയും നോക്കിക്കൊണ്ട് നടന്നതാ. ആ നഷ്ടം ഒരു വലിയ തീരാ നഷ്ടമായിട്ട് ഇന്ന് ആലോചിച്ച് നടക്കുന്നില്ലേ. അതുകൊണ്ട് തന്നെയാണ് ആ കൊച്ചിനെ കണ്ടപ്പോഴത്തേക്ക് തന്നെ ഒരു മോളെപ്പോലെ ഏറ്റെടുത്തോന്നാണ് എനിക്കൊരു സംശയം എന്ന് പറയുന്നുണ്ട് ഭവാനി അഞ്ജനയുടെ അടുത്ത്. അത് എനിക്കും ചില സമയത്ത് തോന്നി, ഈ വീട്ടിൽ അവളിവിടെ വന്ന് അധികാരം കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുമാത്രമല്ല, എന്നെ അവളിവിടെ വന്ന് അടിക്കേണ്ട എന്ത് അധികാരം അവൾക്കുള്ളത്? ഒരു ചായക്കട നടത്തുന്ന അവൾക്ക് ഇത്രയും അധികാരം ഈ വീട്ടിൽ കൊടുത്തത് മുത്തശ്ശിയാണ് ഇതിനെല്ലാത്തിനും കാരണം. എല്ലാവരെയും നിർത്തേണ്ട നിലയിൽ നിൽക്കുക, അതുപോലും ചെയ്യാൻ അറിയത്തില്ല. എന്തായാലും സ്വഭാവം നല്ലതാണെന്ന് പറഞ്ഞ് എടുത്ത് തലയിൽ വെച്ചിരിക്കുകയല്ലേ അവളെ എല്ലാവരും കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. അവൾ എങ്ങനെയാണ്, എന്താ, എവിടെയാ എന്നൊക്കെ അന്വേഷിച്ചിട്ട് എനിക്ക് വിവരം തരും. അപ്പോഴറിയാം അവളെ ഫുൾ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭവാനി വീണ്ടും അഞ്ജനയുടെ അടുത്ത് പറയുക, ഇനി നിൻ്റെ ഇന്നലത്തെ സ്വഭാവം കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി. നിന്നെ ഇനി ഇവിടെ അജയായിട്ട് കല്യാണം നടത്തില്ലെന്ന് വരെ പറയുന്നത്. അതുകൊണ്ട് ഇനി ഈ സ്വഭാവം നീ കൊണ്ട് നടക്കരുത്. ഇനി ഈ കുടിക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞിരുന്നാലും ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ഇന്നലെ എനിക്ക് പ്രയാസം കൊണ്ട് ഞാൻ ചെയ്തത് പോയതാ. എനിക്ക് ഈ കല്യാണം തന്നെ വേണം. എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ അജയ് ഉണ്ടായിരിക്കണം, അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭവാനിക്ക് ദേഷ്യവും വാശിയും എല്ലാം കൂടെ തോന്നുന്നുണ്ട്. എന്തായാലും ഇനി ഒരു യുദ്ധം തന്നെ നടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഈ കല്യാണത്തിന് വേണ്ടി. അത്രയ്ക്ക് ഉറച്ചു നിൽക്കുക മുത്തശ്ശി എന്നൊക്കെ അഞ്ജനടുത്ത് ഭവാനി പറയുന്നുണ്ട്. സത്യനാഥ് ആ സമയത്ത് വന്ന് മുത്തശ്ശിയുടെ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ നീ. ഞാനാണെങ്കിൽ നല്ലതെന്ന് വിചാരിച്ചാൽ ഞാനാണെങ്കിൽ കല്യാണം വരെ ഉറപ്പിച്ച് കൊണ്ടുപോയത്. പക്ഷേ ഇന്നെനിക്ക് നേരിട്ട് കാണാൻ പറ്റി അവളെ മുറിയിലാണെങ്കിൽ കുപ്പിയും ഉടഞ്ഞു കിടന്ന്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരു ആൺകുട്ടി ചെയ്യുന്നത് പോലെ എല്ലാ സ്വഭാവവും അവൾക്കുണ്ട്. അവൾ ഈ വീടിനകത്ത് മദ്യം വരെ കൊണ്ട് കയറ്റിയിരിക്കുന്നു. അതെനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് അവളിൽ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സത്യനാഥിൻ്റെ അടുത്ത് ഇത് പറയുന്നുണ്ട്. ഇത് കേട്ടതും എങ്ങനെയാണ് ഈ കുട്ടി ഈ ദുശീലങ്ങളൊക്കെ പഠിച്ചത് എന്നൊക്കെ സത്യനാഥ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും അറിയില്ല,
ഓരോരുത്ത് പഠിക്കാൻ പോയിട്ട് നല്ല കൂട്ടുകെട്ടുണ്ടായിരുന്നാൽ മാത്രമേ നല്ലതായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ വളർത്തുന്ന രീതിയും ആ ഭൂമികയെ കണ്ട് പഠിക്കണം അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ, ആ കുട്ടി എന്ത് നല്ല ഒരു സ്വഭാവമാണ് അല്ലേ. എനിക്കാണെങ്കിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ മോളെപ്പോലെ എനിക്ക് തോന്നി. ആ ഒരു വാത്സല്യം എനിക്ക് അവളിൽ തോന്നി അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് സത്യനാഥ്. ആ സൗഭാഗ്യം മുത്തശ്ശി ഇത് കേട്ട ഉടനെ എനിക്ക് എന്തോ ഒരു അടുപ്പം ആ കുട്ടിയോട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഭവാനി ഒളിച്ചു നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കേട്ടതും ഭവാനിക്ക് അന്ന് ഉറക്കത്തിൽ കണ്ട സ്വപ്നം പോലെ തോന്നുന്നുണ്ട്. അന്ന് സ്വപ്നം കണ്ടത് തിരിച്ചു വരുന്ന ഭൂമിക അത് സത്യനാഥിൻ്റെ മകൾ എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു വീണ്ടും ഭവാനി. അങ്ങനെ ഭവാനി വീണ്ടും വിളിക്കുന്നുണ്ട്. എന്താ നീ അന്വേഷിച്ചായിരുന്നോ ഞാൻ പറഞ്ഞ കാര്യം? ഇവിടെ ഓരോ കാര്യത്തിലും ഓരോ ഇതും പറയുന്നത് ആ ഭൂമിയെക്കുറിച്ചാണ്. അവൾ ആരാ എന്താ എന്നെല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഉടനെ കിട്ടണം, അല്ലായെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ഭവാനി. ഈ സമയത്ത് ഭൂമിക വീട്ടിലാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സത്യനാഥിൻ്റെ കാര്യവും അതുപോലെ തന്നെ ആ മുറിയിൽ കണ്ട ഫോട്ടോയെക്കുറിച്ചും അമ്മയുടെയും മോളുടെയും കുഞ്ഞിലേ ഉള്ള നല്ല സുന്ദരിയായ അമ്മയും സുന്ദരിയായ മോളെയും കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടത് അച്യുതൻ്റെ മനസ്സിൽ ഒരു വിഷമം കടന്നു വരുന്നുണ്ട്. എന്താ എന്ന് ചോദിച്ചിട്ട് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഒരു പ്രയാസത്തിൽ ആ അച്ഛൻ നടക്കുന്നത്, എനിക്കത് ഭയങ്കര സങ്കടമായി തോന്നി എന്ന് അച്യുതൻ്റെ അടുത്ത് ഭൂമിക പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഈ കാര്യം അച്യുതൻ ഭാര്യടുത്ത് പറയുക. ഈ നാട്ടിൽ ഞങ്ങളെത്തിയ സ്ഥലം ഇവിടെ ഭൂമിയുടെ അച്ഛനും അമ്മയും ഉണ്ട്. എന്ത് ചെയ്യാനാ, അത് നമുക്ക് മറക്കാനും പറ്റാത്തത് ഒരു സ്വപ്നമായി നീ മാറുമോ എന്നാൽ എനിക്ക് അറിഞ്ഞുകൂടാത്തെ. നമ്മുടെ മോളെ നഷ്ടപ്പെടുമോ എന്നുള്ള സംശയം വരെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് അച്യുതൻ്റെ ഭാര്യ പറയുക, ഇങ്ങനെയൊന്നും പറയരുത്, എനിക്കിത് കേട്ടപ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഇനി എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പോകണമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് പോയാലേ ഇനി നമുക്ക് ഒരു രക്ഷപ്പെടലുണ്ടാവുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഈ നാട്ടുകാരെല്ലാം ഭൂമിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ വരെ അവൾക്കൊരു സംശയവും തോന്നാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ട് ഭൂമിക വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടെ ഒരു രഹസ്യം പറയുന്നത്, എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ പറച്ചിൽ കേട്ടതും ഉടനെ എന്നെ ഭൂമിക പറയുക, എന്താ ഞാനാണെങ്കിൽ ചോദിച്ചു തെറ്റായിപ്പോയോ, നിങ്ങൾ പറയുന്ന രഹസ്യം കേൾക്കുമെന്ന് പറഞ്ഞാണോ? എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കടയിലേക്ക് പോവുക. ആ സമയത്ത് അച്യുതൻ പറയുന്നുണ്ട്, കണ്ടോ അവൾക്കാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് കൂടെ വേറെ എന്തോന്നാണ് വിചാരിച്ച് തോന്നിച്ചത്, അത് ഒരു സംശയത്തിന് നിഴൽ പോലും അവൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെ മകളായിട്ട് മാത്രം വളർന്നാൽ മതി, അതാ എൻ്റെയും താല്പര്യം എന്ന് പറയുന്നുണ്ട്. അന്ന് ആ വീട്ടിൽ പോയപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ആ സൗഭാഗ്യ മുത്തശ്ശിയും എല്ലാവരെയും കണ്ടു, നല്ലവരവരൊക്കെ. പക്ഷേ ആ ഭവാനിയെ കണ്ടപ്പോൾ മുതൽ എനിക്ക് പേടിയായിപ്പോയി. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ച് അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് വന്നത്. എനിക്ക് ഇന്നും അത് മറക്കാൻ പറ്റുന്നില്ല എന്ന് അച്യുതൻ പറയുന്നുണ്ട്. അങ്ങനെ അച്യുതനാണെങ്കിൽ പോവാനിറങ്ങിയ ഭൂമികയെ വിളിച്ചിട്ട് പറയുക, മോളിങ്ങി വന്ന് എനിക്ക് ആ ഒരു മാല ഇനി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് അത് വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അത്യാവശ്യം ആ മാല ഒന്ന് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു കാര്യത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിക ഒന്നും ചോദിക്കാതെ തന്നെ ആ മാല ഊരി അച്യുതനെ കൊടുക്കുക. അച്യുതൻ വാങ്ങിച്ചിട്ട് പറയുക, എന്തായാലും എനിക്ക് ഇത് കൊണ്ടുള്ളൊരു പേടിയുണ്ട്. ഇനി അഥവാ ഭൂമികയെ കാണുമ്പോൾ ഈ മാല അഥവാ കഴുത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് സത്യനാഥിൻ്റെ മകളാണെന്ന് മനസ്സിലാവുകയും പിന്നെ കൊല്ലാൻ വേണ്ടി അടുത്ത് ആളെ അയക്കുകയും ചെയ്യും. അതുപോലും മടിക്കില്ല അവർക്ക്. എനിക്ക് മറക്കാൻ പറ്റാത്ത സ്വപ്നങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങൾ. പക്ഷേ അത് മറക്കാൻ വേണ്ടി ഈ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഇവിടെയും അങ്ങനെ തന്നെ, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും സഹിക്കാൻ വയ്യാതെ അഞ്ജനയാണെങ്കിൽ
ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് കുടുംബക്ഷേത്രത്തിൽ എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് ഭവാനി വന്ന് സൗഭാഗ്യ മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്, അവൾക്കാണെങ്കിൽ ഇനി ജീവിച്ചിരിക്കേണ്ട എന്നാണ് പറയുന്നത്. അവളാണെങ്കിൽ കർപ്പൂരവും കയ്യിൽ വെച്ച് നിൽക്കുക, തീ കൊളുത്തിയിട്ട്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പേടിയാവുന്നു എന്നൊന്ന് പറയുന്നത്. ഇത് കേട്ട് എല്ലാവരും സൗഭാഗ്യയും മുത്തശ്ശിയും എല്ലാവരും ഓടുന്നുണ്ട് അഞ്ജനയുടെ അടുത്തേക്ക്. ഓടിപ്പോയിട്ട് അജയ് തട്ടിയെറിയുകയാണ്. കണ്ടു നിന്നപ്പോൾ തന്നെ ഒരു അതിശയത്തോടെ നിൽക്കുകയും ചെയ്യുന്നു. എന്താ ഇവൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട് അഞ്ജന. എന്തായാലും എനിക്ക് കല്യാണമുണ്ടെങ്കിൽ അത് അജയുടെ മാത്രമേ ആയിരിക്കും. ഞാൻ ഇനി ചെയ്ത തെറ്റിന് സോറി എന്ന് എല്ലായിടത്തും പറയുകയും അതുപോലെ തന്നെ ഇനി എൻ്റെ മുത്തശ്ശി ക്ഷമിക്കുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് നിന്ന ഭവാനി പറയുക, കണ്ടോ ഇത്രത്തോളം പറഞ്ഞില്ല അമ്മേ, ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് സൗഭാഗ്യ മുത്തശ്ശി. ആ സമയത്ത് അജയ് പറയുക, എന്താ ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെ വെച്ചാൽ കൈ പൊള്ളില്ലേ, എന്താ കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയെ വഴക്ക് പറയുന്നുണ്ട്. അത് നീ കാരണമാ, നീയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മുത്തശ്ശി ആ പറഞ്ഞ നിമിഷം മുതൽ എനിക്ക് ഭയങ്കര വിഷമത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അജയ് പറയുക, നീ ഭൂമിയെ അടുത്ത് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൾ അച്ഛനെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എന്തുമാത്രം വിഷമം വന്നു, എല്ലാവർക്കും വിഷമം വരും എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സൗഭാഗ്യ മുത്തശ്ശി പറയുക, എന്തൊക്കെ ചെയ്തിരുന്നാലും സ്വഭാവം കൊണ്ട് മാത്രമാണ് ഇതെല്ലാവരും മാറ്റിയെടുക്കേണ്ടത്. അല്ലാതെ നീ ഇങ്ങനെ ചാവുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത്. ആദ്യം നിൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുത്താൻ നോക്ക് എല്ലാ രീതിയിലും. എങ്കിൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുള്ളൂ. അതിന് ഞാൻ സമ്മതം നൽകണമെങ്കിൽ അത് മാത്രമേ ചെയ്യേണ്ടത്. അല്ലാതെ ഈ വക പരിപാടികളൊന്നും ഇനി എൻ്റെ കയ്യിൽ നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭവാനി ചോദിക്കുക, എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയും സംസാരിക്കാൻ അറിയാമോ എന്നൊക്കെ വീണ്ടും അഞ്ജനയും ചോദിക്കുന്നുണ്ട്. അതോ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് പറയിപ്പിക്കുന്നതാ? എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം അറിയേണ്ടത് അത് നല്ല കാര്യങ്ങൾ മാത്രം. എന്നാൽ വേറുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് അവിടെ നടക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയല്ലല്ലോ ഞാൻ അവളെ മുറിയിൽ കണ്ടത്. അവൾ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ആ കുട്ടിയെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്തോന്നില്ലാത്ത വിഷമം ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്ന് കരകയറാൻ എന്നെ ഇനി നോക്കണ്ട, എന്തൊക്കെ ചെയ്താലും. പക്ഷേ ഞാൻ ഇതിനെ ക്ഷമിച്ചിരിക്കുന്നു. ഇനിയും സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഭവാനി പറയുക, എന്തായാലും ഇത്രത്തോളം വൈരാഗ്യം കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. അമ്മയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് കാണിക്കുന്ന ഒരു സ്നേഹവും അടുപ്പവും അവൾക്കുണ്ട്. പക്ഷേ അത് അമ്മയ്ക്കില്ലല്ലോ എന്ന് സൗഭാഗ്യ പറയുന്നുണ്ട്. ഇത് സൗഭാഗ്യ മുത്തശ്ശി പറയുന്നുണ്ട്.